എൻ്റെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്ന് കണ്ടാലോ. അപ്പോൾ രാവിലെ ഒരു 6:30 6:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഏട്ടൻ വർക്കിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റാണേ എല്ലാ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് പോകാമല്ലോ എന്ന് കരുതി കേട്ടോ. അപ്പോൾ ഒരുവിധം പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടാണ് ചായ കുടിക്കാതിരിക്കുന്നത്. ഞാനും ഏട്ടനും കൂടി ചായക്ക് അമ്മയൊക്കെ നേരത്തെ കഴിച്ചിട്ടോ. അച്ഛനൊക്കെ നേരത്തെ പണിക്ക് പോകുന്ന ആൾക്കാരാണ്. അച്ഛനൊക്കെ 6 മണി ആ സമയമാകുമ്പോൾ പോകുന്നതുകൊണ്ട് തന്നെ ചായയൊക്കെ വേഗമായിട്ടുണ്ടായിനെ. ഞാൻ പിന്നെ ഉച്ചത്തേക്കുള്ള പരിപാടിക്കൊക്കെ വേഗം ഉപ്പേരിയും കറിയും ഒക്കെ സെറ്റാക്കി വെക്കുക കേട്ടോ. ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് മേശപ്പുറത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ ഫുഡ് കഴിക്കാൻ വരുമ്പോഴേക്ക് തയ്യാറാക്കി വെച്ചാൽ സുഖമായാലും എന്ന് കരുതിയിട്ട് പെട്ടെന്ന് പണികളൊക്കെ തീർക്കുക കേട്ടോ. അപ്പോൾ മോൻ ഉറങ്ങുന്നുണ്ട്, ഏട്ടൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കറികളൊക്കെ വേഗം സെറ്റാക്കി അതിൻ്റെ ഇടയിൽ കൂടെ മീനൊക്കെ പൊരിക്കുന്നുണ്ട്. അവന് രാവിലെ ഈ മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ എല്ലാം ഒരുവിധം സെറ്റാക്കി വെച്ചിട്ട് അവനൊക്കെ എണീറ്റ് കുളിപ്പിച്ച് ഞങ്ങൾ മാറ്റിയിട്ട് പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അമ്മയ്ക്കൊന്ന് പോകാനുള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഏട്ടൻ ഞങ്ങളങ്ങനെ വർക്കിന് പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പം ഇവനാണെങ്കിൽ യാത്ര വലിയ ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ കാറിലിരുന്നു. ഇപ്പം പോകുന്നത് പേരാമ്പ്ര കേട്ടോ. ഏട്ടൻ്റെ സൈറ്റ് വർക്ക് അവിടെയാണ്. കുറച്ച് ലോങ് ആണ്. അതുകൊണ്ട് കാറിലിങ്ങനെ യാത്ര ചെയ്യാൻ വേറെ ഒന്നും എവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞങ്ങളുടെ സൈറ്റിലെത്തി. അപ്പോൾ ഏട്ടൻ അവരടുത്ത് ഡോക്യുമെൻറ്റ്സൊക്കെ കളക്ട് ചെയ്യാനും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും പോയിട്ടുണ്ട്. ഒരു പള്ളിയിലാട്ടോ അവർ വർക്ക് ചെയ്യുന്നത്. അവിടെ ഞങ്ങളിതാ കുറേ നേരം ഇരുന്നു. ഓൻ എല്ലാ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ എല്ലാ വർക്കൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഏട്ടൻ തിരിച്ച് വരുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാൻ നിൽക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം തന്നെ ഉച്ചയാവാനായിട്ടുണ്ട്. വേറെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ചായ കുടിച്ചാണല്ലോ. മോനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഉച്ചയാവാൻ നേരമാകുമ്പോൾ കറക്റ്റ് അവൻ ഉറങ്ങിയേന് കേട്ടോ. അപ്പോൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ആ ടൈം ആകുമ്പോഴേക്കും ആശാൻ എണീറ്റു കേട്ടോ. പിന്നെ ബിരിയാണിയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അവനാകുമ്പോൾ ബിരിയാണി ആകുമ്പോൾ അവന് വലിയ ഇഷ്ടമാണ് സദ്യേനേക്കാളും. അതുകൊണ്ട് അത് വാങ്ങാൻ വിചാരിച്ചു. അങ്ങനെ അവനും കുറച്ച് കൊടുത്തു. ഒരുപാടൊന്നും അവൻ അങ്ങനെ കഴിച്ചില്ല കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്നല്ലാണ്ട് പുറത്തുനിന്ന് അങ്ങനെ വല്ലാണ്ട് ഫുഡൊന്നും കഴിക്കുന്ന ആളല്ല. ഞങ്ങളൊക്കെ കഴിച്ചു. ഈ ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ കയറിയത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ആംബിയൻസൊക്കെ ആയിട്ട് നല്ലൊരു ഫുഡ് കഴിച്ചു. പിന്നെ അതാ വീട്ടിലെത്തി. ഒരു വൈകുന്നേരത്തോടെ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ ഒരു സമാധാനം. എന്തൊരു ചൂടായിരുന്നെന്നറിയാം. പിന്നെ കുറേ നേരം അവനിതാ കുറേ കളിച്ചിട്ടോ. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവൻ നിങ്ങൾ നോക്കി നിൽക്കേ. അങ്ങനെ ഞങ്ങൾ ഇതാ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞ് ഞാൻ വേഗം ഒന്ന് അടിച്ച് വാരാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ രാവിലെ പോയതല്ലേ വീടൊക്കെ ഒന്ന് ചുറ്റും അടിച്ച് വാരിയിട്ട് ഏട്ടൻ പിന്നെയും വർക്കിലേക്ക് തന്നെ കയറി കേട്ടോ. ഏട്ടന് സൈറ്റ് വർക്കും പിന്നെ വീട്ടിൽ നിന്ന് വർക്കും എല്ലാം കൂടിയാണ്. കുറേ നേരം ഏട്ടൻ ലാപ്ടോപ്പിൽ വർക്കിലായിരുന്നു. അപ്പോൾ ഞാൻ എന്താ അവനായിട്ട് കുറേ നേരം കളിച്ചു. മുറ്റത്തൊക്കെ കുത്തിരുന്ന് ഞങ്ങളിങ്ങനെ കാഴ്ച കണ്ട് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഏട്ടനെ വീർപ്പിക്കുന്നുണ്ട്. ഏട്ടൻ പറഞ്ഞ് അവനെടുത്ത് കൊണ്ടുപോകാൻ. കാരണം ഏട്ടന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവനെല്ലാം പോയി പിടിച്ച് വലിച്ച് നിൽക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടാളതാ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇറങ്ങി. അവന് ഈ യാത്ര എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. മുറ്റത്ത് കൂടെ ഇങ്ങനെ നടക്കണം. എത്രയാണെന്ന് വെച്ചിട്ടാണ് നടക്കുക. അപ്പോൾ ഏകദേശം ഒരു മഴേൻ്റെ ഒരു കോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ആയിക്കൂടെയൊക്കെ നടന്നു. അപ്പോഴൊന്നും ആരും എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമായി ചായ എടുക്കേണ്ട ടൈമായി. അപ്പോൾ ഞാൻ എല്ലാ ഭക്ഷണത്തിൻ്റെയൊക്കെ ഒഴിവാക്കി പാത്രങ്ങളൊക്കെ ഈ സമയമാകുമ്പോൾ കഴുകി വെക്കും കേട്ടോ. എനിക്കിങ്ങനെ ഒരുപാട് രാത്രിയിലേക്ക് കഴുകാൻ വെക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കഴുകി വെക്കാൻ വിചാരിച്ചു. ഇതൊക്കെ നോർമലി രാവിലെ തന്നെ കഴുകി വെക്കും. ഞാൻ തിരക്കിട്ട് പോകുന്നത് കൊണ്ടാണ്, ഇന്ന് പോകാനുള്ളത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പം ഇവർ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ അണ്ണീനൊക്കെ പാടെ പോയിട്ട്. അപ്പോൾ അവർക്ക് കാടാണ്. കാട എനിക്ക് വലിയ ലൈക്കില്ല. അപ്പോൾ എനിക്ക് മോനും കൂടി അല്ലെ കോരയായിരുന്നു കേട്ടോ. അത് വാങ്ങിയപ്പോൾ ഞാൻ അത് കൈയോടെ എടുത്ത് നന്നാക്കി വെട്ടിത്തിച്ച് കഴുകി മസാല പുരട്ടി കുറച്ച് നേരം വെച്ചിട്ട് പൊരിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ വന്നു. പണികളൊക്കെ കഴിഞ്ഞ് ഏട്ടൻ ഇരുന്നതും അവൻ വെറുപ്പിക്കാൻ തുടങ്ങി കേട്ടോ. കുറേ നേരം ഏട്ടൻ്റെ വയ്യാലടങ്ങനെ വെറുപ്പിക്കുക. അവനതൊക്കെയല്ലേ രസം. അവനിങ്ങനെ പൊട്ടിത്തെറിച്ച് നടക്കുന്ന പ്രായമല്ലേ. കുറേ നേരം ഓടി കളിക്കും കേട്ടോ. കുറേ നന്നായിട്ട് ഉപദ്രവിക്കും ചെയ്യേ. പിന്നെ സന്ധ്യ ആയ സമയത്ത് ഞാൻ വേഗം കോഴീനൊക്കെ അടയ്ക്കാൻ നോക്കി കേട്ടോ. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം വേഗം ഞാൻ കോഴീനൊക്കെ അടച്ചു. പിന്നെ ഇതാ വിളക്ക് കൊളുത്തി സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. പിന്നെ വല്ലാണ്ടൊന്നും എല്ലാ വീഡിയോസും ഞാൻ ഉൾപ്പെടുത്തിയില്ല കേട്ടോ, തിരക്കായതുകൊണ്ട് തന്നെ. പിന്നെ ഇവനെ മാനേജ് ചെയ്യണ്ടേ. അപ്പോൾ അവനെ ഞാൻ അതെടുത്തിട്ട് മീൻ പൊരിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മീമി പറയുന്നുണ്ട്. വലിയ ഇഷ്ടം കേട്ടോ മീൻ. നോൺ വെജിൽ ഏറ്റവും ഇഷ്ടം മീനാണ്. ചിക്കനൊന്നും അത്ര വലിയ ലേക്കില്ല എന്ന് വെച്ചാലും കഴിക്കും കേട്ടോ. പക്ഷേ അവന് ചോറാണ് തീരെ ഇഷ്ടമില്ലാത്തത്. ഈ മീൻ ഇങ്ങനെ പൊരിച്ച് എത്ര കൊടുത്താലും അങ്ങനെ കഴിച്ചുകൊണ്ട് കിട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ പുളുക്കി കുറേശ്ശെ കൊടുക്കുന്നുണ്ട്. ഏകദേശം വിശന്ന് തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഉറക്കം വരുന്നുണ്ട്. അധികം ഉറങ്ങിയിട്ടില്ല ഉച്ചയ്ക്ക്. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കൊടുത്തിട്ട് ഉറക്കായി വെച്ചിട്ടോ. അപ്പോൾ നല്ല ചൊറിച്ചിലൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലൊക്കെയാണ് ആൾ ശ്രദ്ധിക്കുന്നത്, നോക്കിയിട്ടാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഫോണിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ മീനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തോന്നി വേഗം ഫുഡും കൂടി കൊടുക്കാമെന്ന്. അങ്ങനെ കുറച്ച് നേരമായപ്പം അലമ്പാവാൻ തുടങ്ങി. പാത്രങ്ങളൊക്കെ തട്ടി മറിച്ചിട്ടു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അതാണ് ഞാനൊന്ന് നോക്കി പേടിപ്പിച്ചത്. പിന്നെ ഞാൻ വേഗം വായൊക്കെ കഴിച്ചു കൊടുത്തു. വെള്ളമൊക്കെ കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. അവന് ഈ മുഖത്ത് വെള്ളമാക്കുന്നത് തീരെ ഇഷ്ടമല്ലേ. അതാണ് ഇങ്ങനെ ബാക്കോട്ട് നോക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ക്യാമറ ഞാൻ ഓഫാക്കാൻ നോക്കിയാണ്, പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ വേഗം വെള്ളം കൊടുത്തിട്ട് ഫുഡ് കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം സന്ധ്യ ആയല്ലോ. അപ്പം അമ്മയ്ക്ക് എത്തേണ്ട ടൈമായി. ഏട്ടൻ അവിടുന്ന് ഡ്രസ്സ് മാറിയിട്ട് മേക്കപ്പ് ചെയ്യാൻ പോയതാണ് കേട്ടോ. അച്ഛമ്മനെ TV കാണുന്നുണ്ട്. പിന്നെ അനിയനും അവിടെ പുറത്തെവിടെയോ പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ നേരം എടുത്തത് കണ്ടോ ആബി ഇടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6:45 7 മണി ആ ടൈമായിരുന്നു കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കൊടുക്കായിരുന്നു കേട്ടോ. അതാ മീൻ പൊരിച്ചതും
ചോറും കുറച്ച് ചോറേ കഴിക്കുള്ളൂ, ഇതൊന്നും മൊത്തം കഴിക്കത്തില്ല, ബാക്കി ഞാൻ കഴിക്കേണ്ടി വരും. അവന് ഫുഡ് കൊടുത്തതിന് ശേഷം ഞാനും വേഗം ഫുഡ് കഴിക്കായിരുന്നു, കാരണം ഉറങ്ങുമ്പോൾ കൂടെ കിടക്കാലോ വിചാരിച്ചിട്ട് കേട്ടോ. കളി കാണാൻ കുത്തിരുന്നേ. RCBൻ്റെ കളിയുണ്ട്. ഞാനും ഏട്ടനും വലിയൊരു RCB ഫാൻസ് ആട്ടോ. RCB ഫാൻസ് വെച്ചാൽ കോഹ്ലി ഫാൻസ്. IPL ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഇവിടെ അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് ടീമൊന്നുമില്ല, അപ്പോൾ ഏകദേശം അവൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. കളി മൊത്തം ഒന്നും കാണാനില്ല. പിന്നെ ഞാൻ വേഗം ഉറങ്ങിപ്പോയി, കാരണം മഴ ആയതുകൊണ്ട് ഡ്രോപ്പ് ആയിട്ട് കളി കുറേ ലേറ്റ് ആയിരുന്നു. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.